ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ബാംഗ്ലൂർ ബഥേൽ ചർച്ചിന്റെ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ എം.എ. വർഗീസ് നടത്തിയ ഒരു പരാമർശം ദൈവമക്കൾക്കിടയിൽ ഒരു വല്ലാത്ത അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവദാസന്മാർ പലരും അതിനോട് പ്രതികരിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പരസ്യയോഗം നടത്തിയിട്ട് 5000 പേരെ അല്ലെങ്കിൽ 1000 പേരെ ക്രിസ്തുവിനെ പോലെ ആക്കിയിട്ടുള്ള ആരാണുള്ളത് എന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. മറ്റുതര വിഷയങ്ങൾ സംസാരിച്ചു വരുന്നതിനിടയിൽ പരസ്യയോഗം പ്രൊഫഷണലായി നടത്തുന്ന ചിലർക്കെതിരെ നടത്തിയ ഒരു പരാമർശമാണത്. ആ പറഞ്ഞത് തെറ്റായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറ്റൊരു വിശദീകരണ വീഡിയോയുമായി പുറത്തു വന്നിട്ട് ആ പറഞ്ഞത് ശരിയായി എന്നും ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ വെച്ചോണ്ടിരുന്നോളാനും ഉള്ള മട്ടിനാണ് അദ്ദേഹം അതിനൊരു മറുപടി എന്ന നിലയിൽ വന്ന് പറഞ്ഞേച്ചും പോയത്. ഞാനിതിന്റെ ആദ്യത്തെ വീഡിയോയും കേട്ടു, രണ്ടാമത്തെ വീഡിയോയും കേട്ടു. ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ചർച്ചിന്റെ കാര്യങ്ങളും മറ്റുതര വിഷയങ്ങളുമാണ് അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഒരു വരി മാത്രമാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് എന്ന കാര്യം വളരെ ശരിയാണ്, സംശയമൊന്നുമില്ല. അതിനെ അടർത്തി മാറ്റി അതിനൊരു തെറ്റായ വ്യാഖ്യാനം കൊടുത്തത് തെറ്റായി പോയി എന്നാണ് പാസ്റ്റർ എം.എ. വർഗീസ് പറയുന്നത്. അത് ശരി തന്നെയാണ്. അത്തരത്തിൽ അടർത്തി മാറ്റി അതിനൊരു തെറ്റായ വ്യാഖ്യാനം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അതിന്റെ ശരിയായ വ്യാഖ്യാനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തിനാണ് അങ്ങനൊരു പരാമർശം അവിടെ പറഞ്ഞത്, ആ പരാമർശം പറഞ്ഞത് എന്തിനാണ് എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ബോധ്യമാകും എന്നാണ് എന്റെ ചിന്ത. ഏതായാലും ദൈവദാസന്മാർ ആ വിഷയത്തെ വളരെ ഗൗരവമായി സംസാരിച്ചു. ഒരുപാട് പേര് സംസാരിച്ചിരിക്കുന്ന പ്രതികരണ വീഡിയോസ് ശ്രദ്ധയിൽപ്പെട്ടു. യേശുക്രിസ്തു പ്രസംഗം ആരംഭിച്ചത് പരസ്യയോഗമാണ്, അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. ക്രൂശിൽ കിടന്നുള്ള സംസാരമെല്ലാം പരസ്യമായിട്ട് തന്നെയാണ്, അല്ലാതെ ചർച്ചിനകത്തൊന്നുമല്ല. പൗലോസ്ലീഹൻ പറയുന്നുണ്ട്, ഞാൻ പരസ്യമായും വീട് തോറും സുവിശേഷം പ്രസംഗിച്ചു. ഇനി പത്രോസ് ആയാലും അങ്ങനെ തന്നെ, സ്തെഫാനോസ് ആയാലും പരസ്യ സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ് കല്ലേറുകൊണ്ട് മരിക്കേണ്ടി വരുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ സ്പൈൻ എന്ന് പറയുന്നത് പരസ്യ പ്രസംഗം തന്നെയാണ്. പാസ്റ്റർ എം.എ. വർഗീസും ഒരു പരസ്യ പ്രസംഗം തന്നെയാണ്. പിന്നെ കൺവെൻഷൻ സ്റ്റേജിലെ പരസ്യ പ്രസംഗം എന്ന് മാത്രമേ ഉള്ളൂ. കവലപ്രസംഗകരെ കുറിച്ചാണ് പരാമർശിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കവലപ്രസംഗകർ എനിക്ക് പരിചയമുള്ള കുറെ പേരുണ്ട്. അവർ ആഴ്ചയിൽ 3-4 ദിവസം എന്തെങ്കിലുമൊക്കെ കൂലിപ്പണികൾ ചെയ്ത് അതിൽ നിന്നൊരു നീക്കിയിരിപ്പ് മാറ്റിവെച്ച് ആഴ്ചയിൽ 1-2 ദിവസം പരസ്യയോഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് കൊച്ചു വണ്ടികളൊക്കെ മേടിച്ചിട്ട് ചെറിയ മൈസെറ്റൊക്കെ സെറ്റ് ചെയ്ത് യൂണിഫോം ഒക്കെ സെറ്റ് ചെയ്ത് ഒക്കെ അവര് വീടുകൾ കയറി ഇറങ്ങിയും പരസ്യയോഗങ്ങളായിട്ട് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ആയുഷ്കാലത്തിൽ അവർക്ക് 5000 പേരെ നേടാനോ അവർക്ക് വേണ്ടി ഒരു വലിയൊരു ചർച്ച സ്ഥാപിക്കാനോ പിന്നീട് നോട്ടെണ്ണത്തൊക്കെ ഒരു മെഷീൻ വെച്ച് സ്വത്രക്കാഴ്ച എണ്ണാനോ ഒക്കെ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതൊക്കെ ലഭിക്കുന്നത് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ലഭിക്കുന്നവർക്കെതിരെ ഏതാണ്ട് അസൂയ മൂത്തിട്ടാണ് ആരൊക്കെയോ മോശം വാക്കുകൾ പറയുന്നതെന്നൊക്കെയാണ് പുള്ളിയുടെ അഭിപ്രായം. ഇവിടെ വി ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിലാണ് പുള്ളി ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആ ചാനലിൽ മൂപ്പർ സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം, ആ ചാനലിന്റെ പുറകിൽ ഇദ്ദേഹം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് കേട്ടു, വി ഷീൽഡ് എന്ന ചാനലിന്റെ ഉദ്ദേശം തന്നെ വലിയ ചർച്ചകൾക്കെതിരെ ചെറിയ ആൾക്കാർ നടത്തുന്ന പ്രതിഷേധങ്ങളെയും പ്രതികരണങ്ങളെയും ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താനാണ് അത്രേ ആൾക്കാർ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് വി ഷീൽഡ്. ഷീൽഡിംഗ് ആണ് അവരുടെ ജോലി. അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പരാജയപ്പെട്ടു പോകാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഞാൻ ഇതിൽ ഇദ്ദേഹത്തിന്റെ ഒരു 3-4 വീഡിയോ ഞാൻ കേട്ടു. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള നാട്ടിലെ പിള്ളേരുടെ ഭാഷയിൽ മെഴുകലാണ് നടക്കുന്നത്. ഇതൊന്നും വലിയ വിജയം കൊള്ളില്ല.
എന്നുള്ളതിന് സംശയം വേണം. മെഴുകലിന്റെ ഭാഗമായി സംസാരിച്ചു വരുന്നതിൽ ഇടയിൽ അദ്ദേഹം സംസാരിച്ചതാണ് ഈ കാര്യം. പരസ്യയോഗക്കാർ 1000 പേരെയെങ്കിലും യേശുവിനെ പോലെ ആക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അത് നേരിട്ട് തന്നെ അങ്ങോട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഈ അടുത്തയിടെയായി വരുന്ന പ്രസംഗങ്ങളും ഇടപാടുകളും സംസാരങ്ങളും എല്ലാം യേശുവിനെ പോലെ അല്ല താങ്കൾ എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. അത് ഈ പറയുന്ന വീഡിയോ അടക്കം അത് അപലപനീയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ പാസ്റ്റർ എം എ വർഗീസിന്റെ പ്രസംഗങ്ങൾ വചനത്തിൽ നിന്ന് തന്നെയായിരുന്നു. 2000-ലെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ വചനത്തിൽ നിന്ന് തെന്നി തുടങ്ങിയ കാലമാണ്. എന്ന് പറഞ്ഞാൽ പുതുമയൊക്കെ പ്രസംഗിക്കുക എന്ന ഉദ്ദേശം, വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ട് അവിടെ കാണുന്ന വചനവിരുദ്ധവും നിഷേധപരവുമായ ആത്മാവെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ഏടാകൂടങ്ങൾ ഇവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട്. ഫിന്നി സ്റ്റീഫൻ ആയാലും റൈസൻ ആയാലും ബിജി അഞ്ചലായാലും ഇതുപോലത്തെ ടീമുകളൊക്കെ വെച്ചാണ് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഈ സാധനങ്ങളെ പൊലിപ്പിച്ച് വലുതാക്കി ഇദ്ദേഹത്തിന്റെ ചർച്ചിലും അവിടെ നിന്ന് മറ്റിതര ഇടങ്ങളിലേക്കും കേരളത്തിൽ ആകമാനം കൊണ്ട് മാലിന്യങ്ങൾ ഇറക്കിയത് ബഹുമാനപ്പെട്ട പാസ്റ്റർ എം എ വർഗീസ് തന്നെയാണ്. ശാപം മുറിക്കൽ, വിശുദ്ധ കുര, വിശുദ്ധ ഛർദി, വിശുദ്ധ വീഴ്ച തുടങ്ങി കുറെ വിശുദ്ധ സാധനങ്ങൾ. ഇതൊന്നും വചനത്തിലുള്ളതല്ല, വചനവിരുദ്ധമാണ്. പിന്നീട് ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് രാത്രി ഓന്തിറങ്ങി ഓടുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവ് ഓന്തായിട്ട് ഇറങ്ങി നടക്കുമെന്നൊക്കെ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചു. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ പാറ പിളർന്ന് സാക്ഷ്യപ്പെട്ടകത്തിന്റെ പുറത്തേക്ക് രക്തം വീണു എന്ന് പറഞ്ഞ് ഒരു സാഹിബിന്റെ വീഡിയോ എടുത്തുകൊണ്ടിട്ട് അതിനെ പ്രസംഗിച്ച ആൾക്കാരെ കബളിപ്പിച്ചു. ഇതുപോലെ ഒരുപാട് ഇടാകൂടങ്ങൾ ഏലിയൻസ് ഇറങ്ങി നടക്കുന്നു എന്നും പറഞ്ഞു കൊണ്ട് നടന്നു. എന്ന് പറഞ്ഞാൽ വചനത്തിൽ ഇല്ലാത്തതും വചനത്തിൽ ഉള്ളതുപോലെ തോന്നിക്കുന്നതുമായ ഒരുപാട് സാധനങ്ങൾ പാസ്റ്റർ എം എ ഈ ലാസ്റ്റ് ഒരു 2.5 ഡെക്കേഡ് കൊണ്ട് കൊണ്ടിറക്കുന്നതിന് സംശയമൊന്നും വേണ്ട. കൂടെ ആൾക്കാർ ഒരുപാടുണ്ട് എന്ന് വെച്ച് അത് വിശുദ്ധ സഭയാണെന്ന് കൂട്ടാൻ ഒക്കത്തില്ല. സായിബാബയുടെ കൂടെ ആൾക്കാരുണ്ട്, അമൃതാനന്ദമയുടെ കൂടെ ആൾക്കാരുണ്ട്, ശബരിമലയിൽ ആൾക്കാരുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാത്തിലും ആൾക്കാരുണ്ട്. ഏതോ 1-2 പാർട്ടികൾ, മാണിയുടെ പാർട്ടിയോ ജേക്കബിന്റെ പാർട്ടി, അങ്ങനെ 1-2 പാർട്ടികളെ പൊളിഞ്ഞു പോയിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ടെന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. മെജോറിറ്റി ഉള്ളിടം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒരിക്കലും പറയില്ല ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളത് എന്നും അതിലൂടെ അനേകർ പ്രവേശിക്കാൻ നോക്കും, നടക്കത്തില്ല എന്നും കർത്താവ് ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ട് ആള് കൂടുന്നതാണ് ആത്മീകമെന്നോ സത്യമെന്നോ പാസ്റ്റർ എം എ വർഗീസ് ഈ വയസ്സാം കാലത്തും വിശ്വസിക്കുന്നു എങ്കിൽ ഖേദകരമെന്നല്ലാതെ വേറൊന്നും പറയാൻ നിവൃത്തിയില്ല. അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗകൻ തന്നെയായിരുന്നു എന്നതിന് സംശയമൊന്നും വേണ്ട. നല്ലൊരു സംഘാടകനാണ്, അതുകൊണ്ടാണ് ആൾക്കാരെയൊക്കെ കൂട്ടിവരുത്താൻ കഴിവുള്ളത് എന്നതിന് സംശയമൊന്നും വേണ്ട. പക്ഷേ ഈ അടുത്തിടെയായി ഞാൻ പറഞ്ഞില്ല, ഒരു 10-25 കൊല്ലം കൊണ്ട് നടത്തുന്ന പരിപാടികൾ വചനവിരുദ്ധമാണ്. ഈ വചനവിരുദ്ധമായ സംഭവങ്ങളെ ആൾക്കാർ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ കൃത്യമായി മറുപടി പറയാൻ പാസ്റ്റർ എം എ ബാധ്യസ്ഥനാണ്. അത് പറഞ്ഞേ പറ്റൂ. താങ്കളുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ചോദിച്ചാൽ മറുപടി പറയണമെന്നില്ല. പക്ഷെ ഉപദേശത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് മറുപടി പറഞ്ഞേ തീരൂ. അല്ലാതെ അവിടെ മെഴുകിയിട്ട് കാര്യമൊന്നുമില്ല. എന്നെ ചിന്തിപ്പിച്ച കാര്യം, ഇവിടെ സഭയുടെ പ്രവർത്തികൾ ശരിയാണെന്ന് തെളിയിക്കാൻ മൂപ്പര് ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് പരസ്യയോഗക്കാർക്ക് വരെ വെട്ടുവെട്ടിയതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ ദുരുപദേശങ്ങളെ നഖശിഖാന്തം എതിർത്ത വ്യക്തികളിൽ ഒരാളാണ് പാസ്റ്റർ ഷമീർ. ഷമീറാണ് കേരളത്തിൽ പരസ്യയോഗങ്ങളിലൂടെ കയറി വന്നൊരു മനുഷ്യൻ. അയാൾ ഇപ്പോഴും പറയാറുണ്ട് ഞാൻ പരസ്യയോഗത്തിന്റെ ആളാണെന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പരസ്യയോഗം അയാൾ ചെയ്താൽ അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പുള്ളിക്കുണ്ട്. അതിനെ കൃത്യമായി പുള്ളി പരസ്യമാക്കും. പരസ്യയോഗം പുള്ളി ചെയ്തിട്ട് അതിനെ പരസ്യമാക്കും. അതുവഴി പുള്ളി നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. അതിനെ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ചില പറയാറുണ്ട് അയാൾ വീട് മേടിച്ചു, കാറ് മേടിച്ചു, ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. അയാൾ ജോലി ചെയ്തിട്ട് തന്നെയാണ് മേടിച്ചത്. അല്ലാതെ ഒന്നും മോഷ്ടിച്ചൊന്നും ആരുടെയൊന്നും കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്കൊരു വീട് ഉണ്ടാവണം, അയാൾക്കൊരു ബാക്കി സംവിധാനങ്ങൾ ഉണ്ടാവണം, കുഞ്ഞുങ്ങളെ വളർത്തണം, ഇതെല്ലാം ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അയാൾ പ്രസംഗിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പണ്ട് ദൈവദാസന്മാർ കുറെ പേര് ഒരുമിച്ച് കൂടി കേരളത്തിലെ ആത്മിക വർധനവിന് വേണ്ടിയും ഉപദേശ ഐക്യത്തിന് വേണ്ടിയും
ദുരുപദേശങ്ങൾക്കെതിരെ നിൽക്കാനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന പ്രാർത്ഥനയും ചിന്തകളുമായിട്ടൊക്കെ ഒരുമിച്ച് കൂടിയിട്ടു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിൽ ഒരു ദിവസം സംസാരിച്ചതാണ് മുറ്റത്തെ കൺവെൻഷൻ, വീടുകളുടെ മുറ്റത്തൊരു കൺവെൻഷൻ സെറ്റ് ചെയ്യുക, ചുറ്റുപാടുമുള്ള 25 പേരെ വിളിച്ചു കൂട്ടുക, പ്രസംഗിക്കുക. ഞങ്ങളിത് ചർച്ച ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പ്രസംഗിച്ചും കഴിഞ്ഞു, അതിനെ യൂട്യൂബിൽ ഇട്ടും കഴിഞ്ഞു. അപ്പൊ അത്രയ്ക്ക് പുള്ളി ഫാസ്റ്റ് ആണ്, പുള്ളിക്ക് അതിനെ ബിസിനസ് ചെയ്യാനും അറിയാം. അതുകൊണ്ട് അത് തെറ്റൊന്നുമല്ല. അതുവഴി പുള്ളി അമേരിക്കയിൽ ചെന്ന് പ്രസംഗവും നടത്തി തിരിച്ചു വന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ മികവായിട്ട് കണക്കാക്കിയാൽ മതി. അദ്ദേഹം പാസ്റ്റർ എം എ വർഗീസിന്റെ ഉപദേശങ്ങളെ നഖശിഖാന്തം എതിർത്ത് വീഡിയോ, അത് പാസ്റ്റർ എം എക്ക് ഒരു തിരിച്ചടിയായി. അതിന് പാസ്റ്റർ എം എ ചെയ്യേണ്ടത് ആ ഓരോ ചോദ്യങ്ങൾക്കും വചനാടിസ്ഥാനത്തിൽ മറുപടി തരികയാണ് ഉണ്ടാകേണ്ടത്. ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും പാസ്റ്റർ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ പാസ്റ്റർ ഈ വി ഷീൽഡിലൂടെ പുറത്തു വരാൻ കാരണം ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി, അതെങ്ങനെ ശരിയാവും, ഇതെങ്ങനെ ശരിയാകും, അതെങ്ങനെ ശരിയെന്ന ചോദ്യം വന്നു. അവിടെയാണ് മെഴുകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല. മെഴുകലിന്റെ ഭാഗമായി മെഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പാസ്റ്റർ ഷമീറിനോടുള്ള കയ്പ് ദൈവദാസൻ ഇങ്ങനെ തികട്ടി വന്നത്. അതാണ് എടുത്തടിച്ചത്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർ എം എയോട് എനിക്ക് പറയാനുള്ളത്, ചർച്ചിൽ 50,000 വിശ്വാസികൾ ഉണ്ടെങ്കിലും, നോട്ട് എണ്ണാനുള്ള മെഷീൻ ഉണ്ടെങ്കിലും, സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, എല്ലാവരും എക്കാലത്തും സഭയിൽ കൂടെ ഉണ്ടായിരിക്കുമെങ്കിലും, ഒരു ശുശ്രൂഷകനോടുള്ള കയ്പ് ഇത്രയധികം താങ്കളുടെ ഉള്ളിൽ നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഏത് കണക്കിനാണ് നമ്മളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോവുക? കർത്താവ് കയ്യിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ അവന്റെ കാവൽക്കാരനോ? അതെ, കാവൽക്കാരൻ തന്നെയാണ്. 60 പരം വർഷവും സുവിശേഷ വേലയിൽ പാരമ്പര്യം പറയുന്ന പാസ്റ്റർ എം എ വർഗീസ് 10-15 വർഷം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് കവലപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരനോട് കയ്പുണ്ടെങ്കിൽ താങ്കൾ ആ സഹോദരന്റെ കൊലപാതകൻ തന്നെയാണ്. താങ്കളുടെ ഉള്ളിൽ നിന്ന് തിരച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള കയ്പാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് സഭ്യമായ നിലയിൽ മറുപടി പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. താങ്കളുടെ ചർച്ചക്കാർക്ക് അത് വേണ്ടായിരിക്കും. താങ്കളുടെ ചർച്ച വലുതായതുകൊണ്ടും ആ ചർച്ചിൽ കൂടി അനേകം ജനത്തെ പാസ്റ്റർ എം എ വഴിതെറ്റിക്കുന്നു എന്നതുകൊണ്ടും അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ദൈവദാസന്മാർ സംസാരിക്കും. ബാംഗ്ലൂരിൽ ഒരു വലിയ ചർച്ച ഉണ്ടാകുന്നതും അതിനകത്ത് നിറച്ച ആൾക്കാരുണ്ടാകുന്നതും ആൾക്കാർ ആത്മീകരായിരിക്കുന്നതും ഏതൊരു സുവിശേഷകന്റെയും ഹൃദയത്തെ തണുപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയുമേ ഉള്ളൂ. ആവടിയിൽ ഒരു പെന്റക്കോസ്റ്റ് ചർച്ച ഉണ്ട്. പാസ്റ്റർ ഗബ്രിയേലാണ് അവിടുത്തെ പാസ്റ്റർ. എത്ര സുന്ദരമാണ്! കഴിയുന്നിടത്തോളം ദിവസങ്ങളിൽ ഞാൻ അവരുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട്. എത്ര സുന്ദരൻ ഉപദേശങ്ങൾ! വലിയ ബിൽഡിംഗ് ആണ്, കോടിക്കണക്കിന് രൂപയാണ് അവിടെ പമ്പ് ചെയ്ത് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതിനെതിരെ നമുക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാനില്ലാത്ത വിധം വളരെ മനോഹരമായി നല്ല ഉപദേശ പ്രസംഗം, നല്ല വചനധ്യാനം, നല്ല ആരാധന, അതുമായി തുലനം ചെയ്തു നോക്കിയാൽ പാസ്റ്റർ എം എ വർഗീസിനെ അപലപിക്കാതിരിക്കാൻ, ചോദ്യം ചെയ്യാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ബഹുമാനപ്പെട്ട ദൈവദാസൻ നല്ലൊരു ശുശ്രൂഷകൻ തന്നെയായിരുന്നു എന്നതിന് ഇരുപക്ഷമില്ല. പക്ഷെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനത്തെ മുഴുവൻ പിശാചിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുവാൻ പണിയെടുക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അതിനെ ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ആള് കുറവായതുകൊണ്ടല്ല, ഞങ്ങളൊക്കെ കവലപ്രസംഗകരായതുകൊണ്ടല്ല, ദൈവജനത്തെ വഴിപിഴപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആ ചോദ്യം ചെയ്യലുകൾക്ക് മറുപടി പറയുവാൻ എം എ ബാധ്യസ്ഥനാണ്, അതിൽ സംശയം വേണ്ട. ഞാൻ 2 വാക്യങ്ങളൊന്ന് ഉദ്ധരിക്കാം. ഒന്ന്, വിശുദ്ധ പത്രോസ് 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന വാക്യം ഇങ്ങനെയാണ്. വാക്യം, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. വളരെ സിമ്പിളാണ്. നിങ്ങളിലുള്ള പ്രത്യാശ ഏതായാലും ദൈവദാസന്റെ പ്രത്യാശയാണല്ലോ ദൈവദാസൻ ചർച്ചിലൊക്കെ വാരി വിളമ്പുന്നത്. ഛർദിപ്പിക്കുന്നതും കൊരപ്പിക്കുന്നതും ഒക്കെ അതിനോടുള്ള ബന്ധത്തിലാണല്ലോ. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യം ചെയ്യുന്ന ഏവനോട് സൗമ്യതയും ഭയഭക്തിയും പൂണ്ട്
പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന് ബൈബിൾ പറയുകയാണ്. ഇനി പൗലോസ് പറയുന്നത് എന്താണ്? തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 25 മുതൽ 1 വാക്യം വായിക്കാം. കർത്താവിന്റെ ദാസൻ ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ടെന്നാ. ഉപദേശിച്ചേ തീരൂ, ദോഷം നിശ്ചയമായും വരും, അത് സഹിക്കണമെന്നാ പറഞ്ഞേ. ദോഷം ആരെങ്കിലും ദോഷപ്പെടുത്താൻ ശ്രമിച്ചാൽ കയ്പ് വാരി കൂട്ടി തുപ്പാനല്ല പറഞ്ഞത്. അതുകൊണ്ട് സീനിയർ എന്ന നിലയിൽ ദൈവദാസൻ ഇതൊന്നുമല്ല ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. താഴേക്ക് ഇങ്ങനെ പറയുന്നത്, വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും. ഇനി വിരോധികളായിക്കോട്ടെ, ദൈവദാസനെ ഞങ്ങളൊക്കെ ചോദിക്കുന്നത്, ഞങ്ങൾ വിരോധികളായതുകൊണ്ടാണെന്ന് താങ്കൾ പറയുന്നു, ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെ ചോദിച്ചു, ഞങ്ങൾ വിരോധികളായതുകൊണ്ടാണെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ പറയുന്നത്, വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ടു കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. മാന്യ ദൈവദാസനെ, താങ്കൾ സൗമ്യതയോടെ ഞങ്ങൾക്ക് പറഞ്ഞതാ. എന്തിനാ ശാപം മുറിക്കുന്നേ? എന്തിനാ കുരയ്ക്കുന്നേ? എന്തിനാ ഛർദിക്കുന്നേ? എന്തിനാ തള്ളിയിടുന്നേ? എവിടാ ഓന്തിറങ്ങിപ്പോയത്? എവിടാ യേശുവിൽ നിന്റെ രക്തം സാക്ഷ്യപ്പെട്ടത്തിന്റെ പുറത്ത് വീണത്? ഈ പറയുന്ന അബദ്ധ ഉപദേശങ്ങൾ, ജനത്തെ വഴിപിഴപ്പിക്കുന്ന പരിപാടികൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ദൈവാസനെ, ഞങ്ങൾക്ക് പറഞ്ഞതാ, സൗമ്യതയിൽ പറഞ്ഞതാ, കേൾക്കട്ടെ, അല്ലാതെ മെഴുകുകയല്ല വേണ്ടത്. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത്, മെഴുകലിന്റെ ഭാഗമായി വീഷീൽഡ് എന്ന ചാനലിനകത്ത് ചരിത്രം ചുരുക്കത്തിൽ എന്ന് പറഞ്ഞ എപ്പിസോഡ് 4-ൽ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. കുറച്ചേ കേട്ടുള്ളൂ കേട്ടോ, ഞാൻ മൊത്തം കേൾക്കാൻ സമയം കിട്ടില്ല. അപ്പൊ അതിന് മൂപ്പര് മെഴുകലിന്റെ ഭാഗമായി പറയുന്ന ഒരു വീഡിയോ എന്നെ വളരെ അധികം ചിന്തിപ്പിച്ചു. അതിൽ പുള്ളി ഇങ്ങനെയാണ് പറയുന്നത്. ഇതിനെന്ന് പറഞ്ഞ തമാശ ഒന്നും ഒരു യൂട്യൂബുകാരനെ തന്നെയൊന്നുമല്ല വ്യാജ ഇതെല്ലാം കൂടെ ഉപയോഗിച്ചാലും ഇതിനേക്കാൾ മേളിൽ ദൈവം. പക്ഷെ നമ്മൾ എവിടെ വരെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ ദൈവം നിൽക്കും. ഞങ്ങൾ ഇന്നലെ പരീക്ഷണം ഇതിനകത്ത് ജയിച്ചതിലെ അടുത്ത വഴി കയറും. കഴിഞ്ഞ ദിവസം ദൈവമാരോട് ഇടപെട്ടു. നിങ്ങൾക്ക് അടുത്തൊരു വളർച്ചയുണ്ട്, പക്ഷെ ഒരു മരണ യോർദാൻ മുന്നിൽ ഇത് കടന്നു പറ്റുള്ളൂ. അതിനകത്ത് യൂട്യൂബുകാരന്റെ പങ്ക് അവൻ ചെയ്യും. അതിനകത്ത് തംസ പഠിക്കുന്നവന്റെ അവൻ ചെയ്യും, കമന്റ് പറയുന്നവന്റെ അവൻ ചെയ്യും, ചെയ്യേണ്ടവനെല്ലാം ചെയ്യും. ദാറ്റ്സ്. കാരണം ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, യൂട്യൂബുകാരെയാണ് പുള്ളി പേടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ ചോദ്യം ചെയ്യുന്നവരെ ഇവര് പേടിക്കുകയാണ്. തംസ് അടിക്കുന്നവനെ, ലൈക്ക് അടിക്കുന്നവനെ വരെ പേടിക്കുന്നതാണ്. കമന്റ് ഇടുന്നവനെ വരെ പേടിക്കുക. പൊന്നു ദൈവാസന, ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അത് കൃത്യമായി അങ്ങ് വെളിപ്പെടുത്തിയ പോരെ. ഇന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിന്ന കാരണങ്ങളാൽ ഞാൻ പറയുന്ന തിരുവെടുത്ത് ശരിയാണെന്ന് പറഞ്ഞ പോലെ പ്രശ്നം തീർന്നില്ലേ? ഒരു പ്രശ്നം, നിങ്ങളുടെ ഹോളിനകത്ത് നിങ്ങൾ പറയുന്ന ദുരുപദേശങ്ങൾ നിങ്ങളുടെ കുഞ്ഞാടുകൾ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. കത്തോലിക്ക അച്ഛന്മാർ അവരുടെ പള്ളിക്കകത്ത് പ്രസംഗിക്കുമ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ പുറത്തേക്ക് വന്നാൽ പുറത്തുള്ള ആൾക്കാർ ചോദ്യം ചെയ്യും. അതിന് സഭയ്ക്കെതിരെയുള്ള ഏതാണ്ട് പൈശാചിക ഭീകരാക്രമണമായിട്ടൊന്നും നിങ്ങൾ ചിത്രീകരിക്കാനൊന്നും ശ്രമിക്കണ്ട. നിങ്ങൾ ജനത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു, നാട്ടുകാർ തുറന്നുവിടാൻ ശ്രമിക്കുന്നു. ഇത്രേ ഉള്ളൂ കാര്യം. പൗലോസ് ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കി വെച്ച ഈ ജനത്തെയും നിങ്ങൾ നോക്കണം. ഇതുകൊണ്ട് ഗൗരവമുള്ള കാര്യമല്ലേ? അടുത്ത പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നൈക്കൽ നിങ്ങളുടെ കിടക്കും. പാസ്റ്റർ എമ്മയുടെ ആദ്യകാലങ്ങൾ കൊള്ളാമായിരിക്കും. പക്ഷെ ഇപ്പോ ആടുകളുടെ നിത്യതയല്ല ലക്ഷ്യമാക്കുന്നത്, മറ്റിതര ഇടപാടുകളാണ് ലക്ഷ്യമാക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തേ പറ്റൂ. അടുത്ത പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ പാകത്തിന് ഭിന്നോപദേശം, വിപരീതോപദേശം പ്രസംഗിക്കുന്നവർ എഴുന്നേൽക്കും. പാസ്റ്റർ എം എ ഇതുവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. അത് വചനവിരുദ്ധമാണ്. അത് ചർച്ചിനകത്ത് ആരും കേൾക്കാതെ പ്രസംഗിച്ചാൽ ചിലപ്പോൾ ആരും പ്രതികരിച്ചൊന്നും വരില്ല. അവരെയൊക്കെ കണ്ണിൽ മുളകുപൊടി വിതരാൻ ഒരു പ്രത്യേക മികവ് പാസ്റ്റർ എം എക്കുണ്ട്.
അത് അവർ സഹിക്കുമായിരിക്കും. പുറത്തു പറഞ്ഞാൽ പുറത്തുള്ളവർ അതിനെ എതിർക്കുന്നു, അതിനെ ചോദ്യം ചെയ്യും, അതിനെ പൈശാചികമായിട്ടൊന്നും കാണണ്ട. അതിനോടുള്ള ബന്ധത്തിലാണ് പാസ്റ്റർ ഷമീർ ഒരിക്കൽ അത് ചോദ്യം ചെയ്തത്. ദൗർഭാഗ്യവശാൽ ചില ആഴ്ചകൾക്ക് ശേഷം അയാൾ കേസിൽ അകപ്പെട്ടു. അപ്പോഴത്തേക്കും ഇദ്ദേഹം പറഞ്ഞു, കണ്ടോ, വിശുദ്ധനെതിരെ പറഞ്ഞതുകൊണ്ടാണ് കേസ് വന്നത്. അങ്ങനെയൊന്നുമല്ല. ആ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ താങ്കൾ ഇന്നും ബാധ്യസ്ഥനാണ്. അയാൾ ഇത്തിരി കട്ടയ്ക്ക് ചോദിച്ചു എന്ന കാരണത്താൽ താങ്കളുടെ ഉള്ളിൽ കയ്പ് നിറഞ്ഞു. ആ കയ്പാണ് പരസ്യയോഗക്കാരൻ 1000 പേരെ പോലും കർത്താവിന് വേണ്ടി നേടുന്നില്ല എന്ന നിലയിൽ തുപ്പിയത്. എന്റെ പൊന്ന ദൈവദാസനെ, ഇവിടെ ഒരു മാനസാന്തരമാണ് ആവശ്യം. ഇനി വീഡിയോയുടെ ഒരു അല്പം കൂടുന്ന് കേട്ടോണേ. പക്ഷെ ഞങ്ങൾ അതിനെ അതിജീവിക്കും. തീർച്ചയായിട്ടും. അവർക്ക് അപ്പൊ വന്ന് കാണട്ടല്ലേ, വന്ന് കാണുക എന്നുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. ഞാനത് ആഗ്രഹിക്കുകയാണ്. കാരണം കം ആൻഡ് സീ, ഒന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ദൂരെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിയുവാൻ കഴിയുന്നത്. ഇവർ ഈ കമ്മാൻസി എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഇവിടെ കമ്മാൻസി ഒരുപാട് ആളുണ്ടെന്നുള്ളതാണ് കമ്മാൻസി പറയുന്നത്. ഞാൻ അമൃതാനന്ദമയി മഠത്തിൽ പോയിട്ടുണ്ട്. എത്ര ആയിരക്കണക്കിന് അജനം വന്ന് കയറുന്ന അറിയാവോ? അവിടെ നിന്ന് കണ്ടു നോക്കിയേ. അക്ഷരാർത്ഥത്തിൽ ഒരു സ്പിരിറ്റ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ അറിയാം അവരുടെ ക്യാമ്പിൽ പോയാൽ. ഞാൻ എംഫിൽ പഠിക്കുന്ന കാലത്ത് ഒരു തീസീസ് എഴുതുന്നതിനോടുള്ള ബന്ധത്തിൽ ക്യാമ്പിൽ പോയതാണ്. അക്ഷരാർത്ഥത്തിൽ അവിടെ ഭജന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശക്തി നമ്മളെ വലിച്ചെടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് വീരവാദം ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. ചെയ്യുന്ന കാര്യത്തിന് വചനാടിസ്ഥാനമുണ്ടോ ഇല്ലെങ്കിൽ അത് മെഴുകുന്നതിൽ അർത്ഥമില്ല. മെഴുകലിന്റെ ഗൗരവമേറിയ ഭാഗം ഒന്ന് കേൾക്കാം. ഈ ആരോപണങ്ങളിൽ അങ്ങയുടെ മനസ്സിൽ വരുന്ന ഡോക്ടറിൻസ് എന്താണ്? ഈ ആരോപണങ്ങൾ സംഭവിക്കുമ്പോൾ അങ്ങേ ഒരു ദുരുപദേശകനായി കാണുമ്പോൾ സമൂഹം ആരോപണങ്ങൾ കാണുമ്പോൾ പാസ്റ്ററെ, ദൈവവചനം പറയുന്ന ഒരു പ്രധാന കാര്യം, ഞാൻ ഇടയനെ വിട്ടു, കൂട്ടത്തിലെ ആടുകൾ ചിതറി. അപ്പൊ കൂട്ടത്തിലെ ആടുകളെ ചിതറിക്കാൻ വേണ്ടി ഇടയനെ വെട്ടുന്ന ഒരു പരിപാടി പിശാചിനുണ്ട്. ദൈവം അത് അംഗീകരിക്കും. എത്ര സരസമായിട്ടാണ് അദ്ദേഹം അത് ഡിസ്റ്റോർട്ട് ചെയ്തെന്ന് കേട്ടോ, വളച്ചൊടിച്ചെന്ന് കേട്ടോ. ഇതാണ് പാസ്റ്റർ എമ്മയുടെ ഒരു മികവ്. അയാളുടെ ചോദ്യം കണ്ടോ, പാസ്റ്റർ ദുരുപദേശകൻ എന്ന ആൾക്കാർ പറയുമ്പോൾ എങ്ങനെയാണ് പാസ്റ്റർ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സഹിക്കുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് വെളിപ്പാട് കിട്ടുന്നതൊക്കെ ചോദ്യം. പുള്ളി പറഞ്ഞ മറുപടി ഉണ്ടോ? ഇടയനെ വെട്ടും ആടുകൾ ചിതറും എന്ന് ബൈബിളിലുണ്ട്. അതിന്റെ കോണ്ടക്സ്റ്റ് എന്തുവാ? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ പിടിക്കുന്നതും യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതുമായ സംഭവം നടക്കുമെന്നും ഇപ്പോൾ ആടുകൾ ചിതറി മാറും എന്നുമുള്ള ഒരു കാര്യമാണ് ക്രിസ്തു പറയുന്നത്. അതിനെ ഇദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് ഇദ്ദേഹം യേശുവിനെ പോലെ നല്ല ഇടയനാണെന്നും ഇടയനെ വെട്ടുമ്പോൾ ആടിനെ ചിതറുമെന്നും ആടിനെ ചിതറിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നുമാണ് മൂപ്പരുടെ വ്യാഖ്യാനം. ആ ദുർവ്യാഖ്യാനത്തിന്റെ പോക്ക് നിങ്ങൾ കണ്ടോ? പാസ്റ്റർജി, ഇങ്ങനൊന്നും ജനത്തെ കബളിപ്പിക്കരുത്. ജനം നിങ്ങളോട് ചോദിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ. അതിന് വെറുതെ കിടന്ന് ഉരുളാതെ ഇന്നിന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഭംഗിയായിരിക്കും. ഇപ്പൊ താങ്കൾ ലാസ്റ്റില് ഒരു മെഴുകൽ വീഡിയോ ഇട്ടല്ലോ, അതിനകത്ത് കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ അങ്ങനെ വീഡിയോസിൽ വലുതായിട്ട് കമന്റ് വായിക്കാറില്ല. പക്ഷെ ഇത് ഞാൻ നോക്കിയപ്പോ മിക്കവാറും ഉള്ളവർ പറയുന്നത് ഒരു വാക്കിൽ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ പോരെ. ഇത് ഒരു വാക്കിൽ പറയാൻ പറ്റിയൊരു തെറ്റല്ല സുഹൃത്തുക്കളെ. പാസ്റ്റർ എമ്മയുടെ ഹൃദയത്തിനകത്ത് തന്റെ ഉപദേശങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന എല്ലാവരും പിശാചിന്റെ ആൾക്കാരാണെന്ന ചിന്തയുണ്ട്. ഇദ്ദേഹത്തിനാണ് ആത്മാവുള്ളതെന്നും തോന്നുന്നതൊക്കെ ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നും പറയുന്ന ഒരു പ്രവണതയുണ്ട്. വചനത്തിനു വെളിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. വചനാധിഷ്ഠിതമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും. വചനവിരുദ്ധമായി കൊരയും ഛർദ്ദിക്കലും വയറിളക്കലുമായിട്ട് നടക്കുന്നത് വചനത്തിൽ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇടയനെ വിട്ടും ആടുകൾ ചിതറും, ആടുകളെ നിങ്ങളെ ചിതറിക്കാനാണ് അപ്പൂപ്പനെ വെട്ടുന്നത് എന്നൊക്കെ പള്ളിക്കകത്ത് പറഞ്ഞു കൊടുത്താൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുമായിരിക്കും. എന്തുകൊണ്ടാണ് അവർ പേടിക്കുന്നത് എനിക്കറിയില്ല. സുനിൽ പറയുന്ന പോലെ മൊണ്ണ വിശ്വാസികളെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പേടി കാണും, പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല.
ദൈവദാസനെ, ഇത്രയും വർഷത്തെ സീനിയോറിറ്റി നിങ്ങൾ പറയുന്നല്ലോ, ക്രിസ്തുവിന്റെ സ്വഭാവം ഒന്ന് കാണിച്ചാൽ എന്ത് സിമ്പിൾ ആയിരുന്നു. പൗലോസ് പറഞ്ഞു തന്നത് പിറകെ വന്ന വിശ്വാസികളോട് എന്നോടുകൂടെ കഷ്ടം സഹിക്കാൻ. ദൈവദാസൻ പറയുന്നത് എത്ര നീചമാണ്, എത്ര വചനവിരുദ്ധമാണ്. 2 തിമോഥെയോസ് 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു, നീയോ എന്റെ ഉപദേശം, എന്റെ നടപ്പ്, എന്റെ ഉദ്ദേശം, എന്റെ വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും. കണ്ടു, ഇതിൽ എത്ര ഐറ്റം ദൈവദാസനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? നിങ്ങളുടെ ഉപദേശം തെറ്റിപ്പോയി എന്ന് തീർത്തും മനസ്സിലായിരിക്കെ അതിനെ ചോദ്യം ചെയ്തതിന് മറുപടി പറയാതെ അയാൾ ചെയ്യുന്ന ശുശ്രൂഷ മോശമാണെന്ന് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് മെച്ചമാണെന്ന് വരുത്തിയത് കൊണ്ട് കള്ളം ശരിയാക്കാൻ കഴിയുമെന്ന് ദൈവദാസന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ ജനത്തെ കൊണ്ടുപോകുന്ന നിങ്ങളുടെ അകത്തെ ഇത്രയും കയ്പാണെങ്കിൽ, ഇത്രയും കയ്പ് വെച്ചുകൊണ്ട് ഈ ജനത്തെ നിങ്ങൾ നടത്തുന്നത് ദൈവത്തിങ്കലേക്കാണെന്ന് എങ്ങനെയാണ് ദൈവദാസനെ ഇവരെ പറ്റിക്കാൻ കഴിയുക? തൊട്ടടുത്ത് പൗലോസ് പറയുക, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിലും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ നടപ്പാൻ, ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യർ, മായാവികൾ, വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. കണ്ടോ, ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. മാന്യദൈവാസനെ, പരസ്യയോഗം മോശമാണെന്ന് താങ്കൾ പറഞ്ഞില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പരസ്യയോഗം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ താങ്കൾ ടാർഗറ്റ് ചെയ്തു. താങ്കൾ അതുവഴി ആയി മാറുന്നത് കൈനാണ്. ഹാബേലിനെ കൊല്ലാനാണ് താങ്കൾ ശ്രമിക്കുന്നത്. അതിന്റെ രക്തം താങ്കളോട് കർത്താവ് ചോദിക്കാതിരിക്കില്ല. അതുകൊണ്ട് ദൈവദാസനെ, വി ഷീൽഡ് എന്നും പറഞ്ഞ് ചാനലും വെച്ച് മെഴുകാൻ ശ്രമിക്കാതെ തെറ്റെവിടെ പറ്റിയെന്ന് നോക്കി തിരുത്തിയാൽ എത്ര ശുദ്ധമായിരിക്കും, എത്ര നല്ലതായിരിക്കും. അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ദൈവദാസൻ പരസ്യയോഗത്തിനെതിരെ സംസാരിച്ചതല്ല എന്ന് പൊതുജനം തിരിച്ചറിയണം. പരസ്യയോഗം പ്രസംഗിക്കുന്ന ഷമീറിനെതിരെ സംസാരിച്ചതാണ്. അതിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന കയ്പും പകയുമാണ്. ആ കയ്പും പകയും മാറ്റി പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ ഒന്നായേ തീരും. ഒന്നാവാൻ മുതിർന്ന ശുശ്രൂഷകർ ആദ്യം മാനസാന്തരത്തിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. പിന്നീട് താഴോട്ടുള്ള നമ്മൾ മാനസാന്തരപ്പെടുന്നതാണ് നല്ലതെന്നാണ് എന്റെ ചിന്ത. 60 വർഷം കൊണ്ട് ശുശ്രൂഷയ്ക്കിരിക്കുന്ന ദൈവദാസനാണോ ക്ഷമിച്ച് കാണിക്കേണ്ടത്? 10-15 കൊല്ലമായി ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് കവലപ്രസംഗം നടക്കുന്ന ആ ഷമീറിന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയുകയാണോ വേണ്ടത്? സ്വാഭാവിക ചോദ്യമല്ലേ അത്? അതിന് താങ്കൾ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഇടയനെ വെട്ട് മാടുകൾ ചെതറും, അതൊക്കെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. ഇടയനെപ്പാരും വെട്ടുന്നൊന്നുമില്ല. വഴിമാറ്റി കൊണ്ടുപോകുന്നതിനെ ആൾക്കാർ ചോദ്യം ചെയ്യുന്നു. ഒന്നുകിൽ താങ്കൾ പറയണം, ഞാൻ ഈ ജനത്തെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ താങ്കൾ വചനാടിസ്ഥാനത്തിൽ ഇക്കാര്യം തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ താങ്കൾക്ക് കഴിയില്ല എന്ന വസ്തുത മാത്രം ഓർപ്പിക്കുന്നു. നമുക്കകത്ത് ശുദ്ധീകരണം സംഭവിക്കട്ടെ, നമുക്കകത്ത് വിടുതൽ സംഭവിക്കട്ടെ, നമുക്ക് മാനസാന്തരം സംഭവിക്കട്ടെ, നമുക്ക് ക്രിസ്തുവിനെ പോലെ ആയി മാറാം. നടത്തിപ്പുകാരായ നമുക്ക് ആദ്യം മാനസാന്തരപ്പെടാം. പുറകെ ഈ ജനത്തെയും നമുക്ക് കർത്താവിങ്കിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്യുന്നത് ചെകുത്താന്റെ PR വർക്ക് തന്നെയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് എന്നോർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.